ഹായ്, നമസ്കാരം. ഉണ്ണിയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന പോലെ അല്ല ഒരു കാര്യങ്ങളും വന്നുവിടുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന പോലെയല്ല. എല്ലാം മാറി മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. ഇന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ വിള്ളൽ വന്നാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എല്ലാവർക്കും. പിന്നെ അവിടെ മത്സരമാണ്. ആ ആളെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി സംസാരിക്കലും കുറ്റം പറച്ചിലും അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ നോക്കുന്നു, അതൊക്കെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ ആരും മുന്നിൽ തല കുറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യം എന്താണോ അത് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും, നിങ്ങളെ ചോദിക്കും എന്നോട്, നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വിജയിച്ച് നേടുമെന്ന്. പൂർണ്ണമായിട്ടില്ല, എന്നാലും ഒരു 50% പൂർണ്ണ തന്നെയാണ്. എല്ലാം ഉണ്ടായിട്ടും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് സീറോയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ, വളർന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ളതൊന്നുമല്ല. വീണോടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. 50% എണീറ്റ് നിൽക്കുന്നു. ഇനിയും 50% കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. വന്ന് പോകുന്നവരുണ്ട്, കൂടെ നിൽക്കുന്നവരുണ്ട്, അവസരം കിട്ടിയ കുത്തുന്നവരുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ കൂടെ നിൽക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കുക, നമ്മളെ മനസ്സിലാക്കാത്തവർ അവർ നമ്മളെ വിട്ടു പോവുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നെങ്കിലും ഒരു സമയത്ത് ലക്ഷ്യത്തിലെത്തും. അന്നീ പറഞ്ഞ ആളുകൾ